Another current affairs. Thursday, March 7. Thursday, March 7 ന്യൂസ്പേപ്പറിലെ ഫ്രണ്ട് പേജിൽ റാഫേൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിനെ കുറിച്ചൊരു ന്യൂസാണ്. റാഫേലുമായിട്ടുള്ള ബന്ധപ്പെട്ട പല ഡോക്യുമെന്റ്സും ഹിന്ദു ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തത് മിനിസ്ട്രിയിൽ നിന്ന് സ്റ്റോളൻ ചെയ്ത പേപ്പേഴ്സ് ആണെന്നാണ് ഗവൺമെന്റിന്റെ ആർഗ്യുമെന്റ്. ഓക്കെ, എന്തായാലും കെ വേണുഗോപാലാണ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായത്. കെ വേണുഗോപാൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് കെ വേണുഗോപാൽ. അതുപോലെ ഹിന്ദുവിനെയാണ് ഇപ്പം അക്യൂസ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഹിന്ദു പബ്ലിഷിംഗ് ഹൗസിന്റെ ചെയർമാനാണ് എൻ റാം. അദ്ദേഹമാണ് അതെല്ലാം പബ്ലിഷ് ചെയ്തത്. അപ്പൊ ഇത് ഫ്രണ്ട് പേജിൽ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനി ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ ബാക്ക് പേജിൽ നമുക്കൊന്നും എഴുതിയെടുക്കാനില്ല. പിന്നീടുള്ളതെന്ന് വെച്ചാല് പ്രജ്നേഷ് ഗുണേശ്വരനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പ്രജ്നേഷ് ഗുണേശ്വരൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നമ്പർ 1 പിന്നീട് ടെന്നീസ് പ്ലെയർ ആണ്. ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആണ് പ്രജ്നേഷ് ഗുണേശ്വരൻ. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. പിന്നീട് അത് കഴിയുമ്പോൾ മൻപ്രീത് സിംഗ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഹോക്കി ടീം ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഹോക്കി ടീം ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് ആണ്. മൻപ്രീത് സിംഗിന് ഏഷ്യൻ ഹോക്കി ഫെഡറേഷന്റെ ഏഷ്യയിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്തത് മൻപ്രീത് സിംഗിനെയാണ്. ഞാൻ അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ ഏഷ്യയിലെ ബെസ്റ്റ് ഹോക്കി പ്ലെയർ ആയിട്ട് സെലക്ട് ചെയ്തത് ഇന്ത്യൻ ക്യാപ്റ്റനെ മൻപ്രീത് സിംഗിനെയാണ്. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ന്യൂസ് വന്നത്. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് AZLANSHAH സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് മലേഷ്യയിൽ നടക്കുന്ന ഒരു ഇന്റർനാഷണൽ ഹോക്കി ടൂർണമെന്റ് ആണ് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്. അതുപോലെ തമിഴ്നാടുകാരനായ പി ഇനിഷ്യലാണ്, അതായത് ഇനിയൻ INIYAN ഇന്ത്യയുടെ 61st ഗ്രാൻഡ് മാസ്റ്ററായി. ഇന്ത്യയുടെ 61ാമത് ഗ്രാൻഡ് മാസ്റ്റർ. ചെസ് പ്ലേയേഴ്സിന് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ ആണ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 61ാമത് ഗ്രാൻഡ് മാസ്റ്ററായി തമിഴ്നാടുകാരനായ പി ഇനിയൻ സെലക്ട് ചെയ്യപ്പെട്ടു. അത് മറ്റൊരു ന്യൂസ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ ബാഡ്മിന്റൺ അതിനെ കുറിച്ചാണ്. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ എന്ന് പറയുന്നത് ബാഡ്മിന്റണിലെ വേൾഡിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടൂർണമെന്റ് 18 വർഷം മുമ്പ് അവസാനം ഇന്ത്യയുടെ ചീഫ് നാഷണൽ കോച്ചായ ഗോപി ചന്ദ് വിൻ ചെയ്തതിനു ശേഷം ആരും നേടിയിട്ടില്ല. ഇന്ത്യയുടെ ചീഫ് നാഷണൽ ബാഡ്മിന്റൺ കോച്ചാണ് ഗോപി ചന്ദ്. അദ്ദേഹം ഈ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ നേടിയതിനു ശേഷം ആരും പിന്നീട് ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ടൈറ്റിൽ വിൻ ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ചതാണ്. പക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇന്നലെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായി. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ വേൾഡിലെ ഏറ്റവും മികച്ച ബാഡ്മിന്റൺ പ്ലേയേഴ്സുകളായിരുന്ന PV സിന്ധു ആണ്. പക്ഷെ അവർ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായി. ഇറ്റ്സ് വെരി ഡിസപ്പോയിന്റിംഗ് ഫോർ ഇന്ത്യ. പക്ഷേ മറ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവരാരും ടൈറ്റിൽ എടുക്കുന്നത് വരെ റീച്ച് ചെയ്യുന്ന വലിയ പ്രതീക്ഷ നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് 14th പേജ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് പേജിൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ മൊബൈൽ സ്മാർട്ട് ഫോൺ സെക്ടറിലെ നമ്പർ 1 കമ്പനി ഏതാണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ വിൽക്കുന്ന കാര്യത്തിൽ നമ്പർ 1 കമ്പനി ചൈനീസ് കമ്പനിയായ സയോമിയാണ്. SIAOMI. അത് കഴിഞ്ഞിട്ട് IRDAI ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ, അവരും NHAയും ചേർന്ന് ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഫോം ചെയ്തെന്ന് പറയുന്നുണ്ട് ആയുഷ്മാൻ ഭാരതുമായിട്ട് ബന്ധപ്പെട്ട്. അത് വായിക്കാം. എ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് comprising senior officials from IRDAI and National Health Authority NHA has been formed to recommend measures to help improve the implementation of the center's Ayushman Bharat Pradhan Mantri Jan Arogya Yojana. Government of India വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അതിന്റെ ഇംപ്ലിമെന്റേഷൻ കൂടുതൽ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്ററായ IRDAI, ഹൈദരാബാദാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. IRDAIയുടെ ചെയർമാൻ സുഭാഷ് ചന്ദ്ര ഖുന്തിയയാണ്. ആ IRDAയും നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും തമ്മിൽ പാർട്ണർഷിപ്പിലായപ്പോ പിന്നീട് L&T എന്നുള്ള കമ്പനിയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. L&T ഇന്ത്യയിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് L&T. അതുപോലെ USFDA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അവരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഡ്രഗ് സെക്ടറിലെ റെഗുലേറ്റർ, മരുന്ന് സെക്ടറിലെ അതുപോലെ ഫുഡ് സെക്ടറിലേക്ക് റെഗുലേറ്റർ ആണ് USFDA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. നാറ്റ്കോ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. നാറ്റ്കോ NATCO. നാറ്റ്കോ ഈസ് എ ഫാർമ കമ്പനി ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഫാർമ കമ്പനിയാണ് നാറ്റ്കോ NATCO. അതുപോലെ
SECI, Solar Energy Corporation of India, 13th പേജ് ബിസിനസ് പേജിലാണ് SECI എന്ന് പറയുന്ന ഒരു അബ്രിവേഷൻ ഉള്ളത്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ ക്രിസിൽ ഒരു അഭിപ്രായം സോളാർ എനർജി സെക്ടറുമായിട്ട് വിൻഡ് എനർജി സെക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ട്. ക്രിസിൽ ഇന്ത്യയിലെ ഒരു ഡൊമസ്റ്റിക് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ, CRISIL, ക്രിസിൽ എക്സ്പാൻഷൻ ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, CRISIL, ക്രിസിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ക്രിസിൽ. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം വൺസ് അഗെയിൻ ഞാൻ പറയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടാർഗറ്റ് അനുസരിച്ച് 100 GW ഓഫ് പവർ, സോളാർ പവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണം ബൈ 2022. 100 GW ഫ്രം സോളാർ, ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് 100 GW, 40 GW ഷുഡ് കം ഫ്രം റൂഫ് ടോപ്പ് സോളാർ. പിന്നീട് ബാക്കി ഒരു 75 GW മറ്റ് റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്ന്, വിൻഡ്, ടൈഡൽ പോലുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസ്. സോ ടോട്ടൽ സോളാർ ഉൾപ്പെടെയുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസ് ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോട്ടൽ എനർജി 175 GW ആണ്, 175 GW. പിന്നീട് 25,000 crores ഒരു റൈറ്റ് ഇഷ്യൂ നടത്താൻ പോകുന്ന ഇന്ത്യൻ കമ്പനിയാണ് ഭാരതി ഗ്രൂപ്പ്. എയർടെൽ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു വലിയ ബ്രാൻഡ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. എയർടെലിന്റെ ഹോൾഡിംഗ് കമ്പനിയാണ് ഭാരതി ഗ്രൂപ്പ്. 25,000 crores റൈറ്റ് ഇഷ്യൂ. ഞാൻ റൈറ്റ് ഇഷ്യൂ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം ഷെയർ സെൽ ചെയ്യുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. 25,000 crores റൈറ്റ് ഇഷ്യൂ ആണ് അവർ നടത്താൻ പോകുന്നത്. ഭാരതി ഗ്രൂപ്പിന്റെ ചെയർമാൻ സുനിൽ മിത്തൽ ആണ്, സുനിൽ മിത്തൽ. അതുപോലെ ഗ്രാസിം എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഗ്രാസിം എന്ന് പറയുന്നത് നമ്മളുടെ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ് ഗ്രാസിം, GRISIM. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാൻ കുമാരമംഗലം ബിർളയാണ്, കുമാരമംഗലം ബിർള. അതുപോലെ ഇന്ത്യയിൽ റീനെയിം ചെയ്യപ്പെട്ട ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് DPIIT റീനെയിം ചെയ്യപ്പെട്ടതാണ്. മുമ്പ് അതിന്റെ പേര് DIP എന്നായിരുന്നു, DIPP എന്നായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ഇപ്പൊ അത് റീനെയിം ചെയ്യപ്പെട്ടു DPIIT. DPIIT എക്സ്പാൻഷൻ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്ന് റീനെയിം ചെയ്യപ്പെട്ടു. അതുപോലെ ഹർഷ് മാരിവാലയുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട് ഹിന്ദുവിൽ. ഹർഷ് മാരിവാല, MARIWALA. ഹർഷ് മാരിവാല ഇസ് ദ ചെയർമാൻ ഓഫ് മാരിക്കോ എന്ന് പറയുന്ന ഒരു FMCG കമ്പനിയാണ്, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയാണ് ഇന്ത്യയിലെ മാരിക്കോ, MARICO. അതിന്റെ ചെയർമാനാണ് ഹർഷ് മാരിവാല. മാരിക്കോയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, പാരച്യൂട്ട് എന്നുള്ള ഓയിലൊക്കെ അവർക്കുള്ളതാണ്. പിന്നീട് വേദാന്ത എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വേദാന്ത ഒരു മൈനിങ് കമ്പനിയാണ്. അവർക്കുള്ള ഒരു കമ്പനി തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ അടച്ചുപൂട്ടിയിരുന്നു പൊള്യൂഷന്റെ പേരിൽ. ആ കമ്പനിയുടെ പേര് സ്റ്റെർലൈറ്റ് എന്നാണ്, സ്റ്റെർലൈറ്റ് കോപ്പർ. തമിഴ്നാട്ടിൽ അത് വലിയ പ്രോബ്ലം ആയ ഒരു കമ്പനിയാണ്. അത് നമ്മൾ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ മൈത്രിപാല സിരിസേനയുടെ ഒരു ഫോട്ടോ ഉണ്ട്. മൈത്രിപാല സിരിസേന ഇസ് ദ പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണ് മൈത്രിപാല സിരിസേന. അതുപോലെ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിനെ കുറിച്ച് ഒരു റെഫറൻസ് ഉണ്ട്. UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, UNHRC, UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ. ആൻഡ് ചെയർപേഴ്സൺ മിഷേൽ ബാച്ച്ലെറ്റ് ആണ്, MICHELLE, മിഷേൽ ബാച്ച്ലെറ്റ്, BACHELET, മിഷേൽ ബാച്ച്ലെറ്റ്. അതുപോലെ മൈക്കൽ ബ്ലൂംബർഗ്, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട്. വേൾഡിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ന്യൂയോർക്ക്. വേൾഡിൽ ഇന്ന് ഉള്ള ഏറ്റവും ലാർജസ്റ്റ് സിറ്റി ന്യൂയോർക്ക് ആണ്. ന്യൂയോർക്കിന്റെ മേയർ ആയിരുന്നു മൈക്കൽ ബ്ലൂംബർഗ്. അതുപോലെ ഭയങ്കര ഫേമസ് ഒരു ബിസിനസ്മാൻ ആണ്. ബ്ലൂംബർഗ് ഇൻഡെക്സ് ഒക്കെ അദ്ദേഹത്തിന്റെ കമ്പനിയുടേതാണ്. ബ്ലൂംബർഗ് ഇൻഡെക്സ് വേൾഡിലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഡെയിലി ഫോർച്യൂൺസിലുണ്ടാകുന്ന വേരിയേഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്ലൂംബർഗ് ഇൻഡെക്സ്. അതൊക്കെ ഈ മൈക്കൽ ബ്ലൂംബർഗ് എന്ന് പറഞ്ഞ ബില്യണറിന്റെതാണ്. പുള്ളി പഴയ ന്യൂയോർക്ക് മേയറുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ അത്രയാണ് ഇന്റർനാഷണൽ പേജിലുള്ളത്. അത് കഴിഞ്ഞ് നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ നാഷണൽ പേജിലേക്ക് എല്ലാ ദിവസത്തെയും പോലെ തന്നെ വലുതായിട്ട് എഴുതിയെടുക്കാനൊന്നുമില്ല. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പേരുണ്ട്. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗ് ആണ്, ബീരേൻ സിംഗ്, മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ. ബാക്കി അതിലുള്ളതെല്ലാം ഫുൾ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതിലൊന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും എഴുതിയെടുക്കാനില്ല. അത് കഴിഞ്ഞ് 11th പേജിലേക്ക് വരുമ്പോൾ അവിടെ റോയിട്ടേഴ്സ് എന്നൊരു പേരുണ്ട്, REUTERS. റോയിട്ടേഴ്സ് ബ്രിട്ടീഷ് ന്യൂസ് ഏജൻസിയാണ്. റോയിട്ടേഴ്സ് റോയിട്ടേഴ്സ് ബ്രിട്ടീഷ് ന്യൂസ് ഏജൻസി. AP അമേരിക്കൻ ന്യൂസ് ഏജൻസിയാണ്. അസോസിയേറ്റഡ് പ്രസ് എന്നുള്ള ഷോർട്ട് ഫോം ആണ് AP, അത് അമേരിക്കൻ ന്യൂസ് ഏജൻസിയാണ്. AFP ഫ്രാൻസിന്റെയാണ്, ഏജൻസി ഫ്രാൻസ് പ്രസ് എന്നുള്ള ഷോർട്ട് ഫോം ആണ് AFP. പിന്നെ G20 എന്ന് പറയുന്നൊരു
ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. G20 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ്. ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ 20 എക്കോണമീസ് ആണ് ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് G20 എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ 20 എക്കോണമീസിനെയാണ് ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് അല്ലെങ്കിൽ G20 എന്ന് പറയുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മള് G20യുടെ ലാസ്റ്റ് മീറ്റിംഗ് ഇപ്പൊ നടന്ന അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ വെച്ചാണ്. ഇന്ത്യ അതിലൊരു മെമ്പറാണ്. അർജന്റീനയിലെ ക്യാപിറ്റലായ ബ്യൂണസ് അയേഴ്സിൽ വെച്ചാണ് ഇപ്പൊ G20യുടെ ലാസ്റ്റ് മീറ്റിംഗ് നടന്നത്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് വരുന്നു. എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോൾ 2 എഡിറ്റോറിയൽസ് ഉണ്ട്. ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ, അത് സുപ്രീം കോടതിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. കഴിഞ്ഞ 13 വർഷമായിട്ട് ഡെത്ത് കൺവിക്ട്സ് ആയിട്ട്, അതായത് ഡെത്ത് പെനാൽറ്റിക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന കുറെ ആൾക്കാര് ഇപ്പൊ ഒന്നുകൂടെ കോടതി റിവ്യൂ ചെയ്തു. അവരുടെ ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്തപ്പോ അവരെ ഡെത്ത് പെനാൽറ്റി വിധിച്ചേക്കുന്നത് തെറ്റായിട്ടാണെന്ന് കണ്ടെത്തുകയും അവരുടെ ഡെത്ത് പെനാൽറ്റി റദ്ദാക്കുകയും ചെയ്തു. എന്ത് വലിയൊരു ഒരു ഇഷ്യൂ ആണെന്ന് നോക്കണം. തെറ്റായി ഡെത്ത് പെനാൽറ്റിക്ക് വിധിച്ച് വർഷങ്ങളോളം ജയിലിൽ കിടന്നവർ ഒരുപക്ഷെ ഡെത്ത് പെനാൽറ്റിക്ക് വിധേയമായിരുന്നുണ്ടെങ്കിലുള്ള അവസ്ഥ നിരപരാധികൾ കൊല ചെയ്യപ്പെടുമായിരുന്നു. അത് തന്നെ ഡെത്ത് പെനാൽറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇന്ത്യയിൽ അബോളിഷ് ചെയ്യണം എന്നുള്ളൊരു വാദത്തിന് വീണ്ടും പിന്നീട് ഒരു അങ്ങനെ ഒരു വാദം വീണ്ടും ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡെത്ത് പെനാൽറ്റി ഷുഡ് ബി അബോളിഷ്ഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദിസ് ഇൻസിഡന്റ്. അത് ബിഫോർ ദിസ് ഇൻസിഡന്റ് ഓൾസോ ദാറ്റ് ആർഗ്യുമെന്റ് വാസ് ദെയർ. അതിപ്പോ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയി. അതിനെക്കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ വിഗിൾ സ്പേസ് എന്ന് പറഞ്ഞാണ്. അത് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട്. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അനൗൺസ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. ആ ഫണ്ടിൽ നമുക്ക് എല്ലാ ആൾക്കാർക്കും വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഒരു വലിയ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത വഴി ആ ഫണ്ട് ഷെയർ മാർക്കറ്റിലെ വിവിധ ഷെയർസിൽ, ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിലെ ഇൻവെസ്റ്റേഴ്സിനെല്ലാം പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ ഒരു സിസ്റ്റമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സെബി ഉണ്ടാക്കിയ കുറച്ച് റൂൾസ് ആണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജ്, നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ ISRO എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. അതുപോലെ CNES എന്ന് പറഞ്ഞൊരു CNES, നാസ പോലെ വേറൊരു ഇന്റർനാഷണൽ സ്പേസ് ഏജൻസിയാണ് CNES. അത് ഫ്രാൻസിന്റേതാണ്. അപ്പം ഇന്ത്യയുടെ ISROയും ഫ്രാൻസിന്റെ പിന്നീട് സ്പേസ് ഓർഗനൈസേഷനായ CNESും കൂടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്താണ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ ടു സെറ്റപ്പ് മാരിടൈം സർവൈലൻസ് സിസ്റ്റം, ടു സെറ്റപ്പ് മാരിടൈം കടലുമായിട്ട് ബന്ധപ്പെട്ട സിയുമായിട്ട് ബന്ധപ്പെട്ട സർവൈലൻസ് സിസ്റ്റം, ടു സെറ്റപ്പ് മാരിടൈം സർവൈലൻസ് സിസ്റ്റം ISRO ആൻഡ് CNS entered into an agreement. CNS is the space agency of France. പിന്നെ സെസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എക്കോണമിക് സോൺ ആണ്. സ്പെഷ്യൽ എക്കോണമിക് സോൺ സെസ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള സോൺസ് ആണ്. കൂടുതലായിട്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ടാക്സ് ഫ്രീ സോൺസ് ആണ് സെസ് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കോണമിക് സോൺസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സെസ്, സ്പെഷ്യൽ എക്കോണമിക് സോൺസ്. പിന്നീട് ഇന്ത്യയിൽ തുടർച്ചയായിട്ട് 3ാമത്തെ വർഷം കണ്ടിന്യൂസ് ആയിട്ട് 3rd ഇയറിലാണ് ഇൻഡോർ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ സിറ്റി ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. ഇൻഡോർ വാസ് അഡ്ജഡ്ജ് India's cleanest city for the 3rd straight year in the Sunday's cleanliness survey. സെൻട്രൽ ഗവൺമെന്റിലെ സ്വച്ഛ് ഭാരത് അഭിയാനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലീൻലിനെസ് സർവേ നടത്താറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്ലീനസ്റ്റ് സിറ്റി ഫോർ the 3rd year in a row, Indore was selected as the cleanest city. After that, Ambikapur in Chhattisgarh. Ambikapur എന്ന് പറഞ്ഞ ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലം. 3ാമത്തത് മൈസൂർ, കർണാടകത്തിലെ മൈസൂർ. പിന്നീട് Small city, cleanest small city, New Delhi Municipal Council. Cleanest small city, New Delhi Municipal Council. Best Ganga Town. Best Ganga Town. ഗംഗയുടെ തീരത്തുള്ള ഏറ്റവും ബെസ്റ്റ് ക്ലീനസ്റ്റ് ആയിട്ടുള്ള ടൗൺ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഗൗച്ചർ ആണ്. ഉത്തരാഖണ്ഡിലെ ഗൗച്ചർ, GAUCHAR. ക്ലീനസ്റ്റ് ബിഗ് സിറ്റി അഹമ്മദാബാദ് ആണ്. ക്ലീനസ്റ്റ് ബിഗ് സിറ്റി അഹമ്മദാബാദ്. അപ്പൊ അതൊക്കെയാണ് അതിൽ അറിയേണ്ട കാര്യങ്ങൾ. പിന്നെ ഇന്നലെ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തു തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷന് MG രാമചന്ദ്രന്റെ പേര് കൊടുക്കുമെന്ന്. അത് ആ റെയിൽവേ സ്റ്റേഷൻ നടന്നത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് MGR റെയിൽവേ സ്റ്റേഷൻ. തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്ററും ADMK പാർട്ടിയുടെ ഫൗണ്ടറുമായിരുന്ന MGRന്റെ പേര് കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്നലെ പ്രൈം മിനിസ്റ്റർ അത് അനൗൺസ് ചെയ്തു. പിന്നെ
US ഇന്ത്യ ഉൾപ്പെടുന്ന കുറെ രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന കൺസെഷൻ ആയിരുന്നു ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് GSP എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് GSP. അപ്പൊ US ഇന്ത്യ ഉൾപ്പെടെയുള്ള കുറെ രാജ്യങ്ങൾ കൊടുത്തുകൊണ്ട് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പിന്നീട് ബെനിഫിറ്റ്സ് ആയിരുന്നു GSP ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. അത് US വിത്ഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു ഇന്ത്യക്ക് കൊടുത്തുകൊണ്ടിരുന്ന കൺസെഷൻ. അറിഞ്ഞിരിക്കണം GSPയുടെ എക്സ്പാൻഷൻ. കൊമേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ അനൂപ് വാധ്വാൻ ആണ്. കൊമേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ അനൂപ് വാധ്വാൻ. WADHAWAN. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ടു ഇന്ത്യ സൊഹൈൽ മഹമൂദ്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ടു ഇന്ത്യ സൊഹൈൽ മഹമൂദ്. പിന്നെ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ഇന്ത്യ ഇന്നലെ വേൾഡ് പ്രസ്റ്റീജിയസ് പിന്നീട് ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ്. ഇന്ത്യയുടെ ചീഫ് നാഷണൽ കോച്ചായ ഗോപി ചന്ദാണ് അവസാനം വിൻ ചെയ്ത് 18 ഇയേഴ്സ് ബാക്ക്. അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് ആയ BCCI കൺട്രോൾ ചെയ്യുന്ന സുപ്രീം കോർട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് മൊത്തം 3 പേരാണ്. അതിൽ ഒന്നാമത് വിനോദ് റായി, രണ്ടാമത് ഡയാന എദുൽജി EDULJI, മൂന്നാമത് രവീന്ദ്ര തോഡ്ഗെ RAVINDR രവീന്ദ്ര തോഡ്ഗെ THODGE രവീന്ദ്ര തോഡ്ഗെ. അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ MSK പ്രസാദ് ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ MSK പ്രസാദ്. വിരാട് കോഹ്ലി 40th സെഞ്ചുറി അടിച്ചു. വിരാട് കോഹ്ലിയുടെ മുന്നിൽ 49 സെഞ്ചുറി അടിച്ച വൺ ഡേ ക്രിക്കറ്റിൽ 49 സെഞ്ചുറി സീറ്റ് ചെയ്ത സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് ഉള്ളത്. അതുപോലെ ഇന്നലെ ഓസ്ട്രേലിയക്കെതിരെ ജയിച്ചതോടെ ഇന്ത്യ 500 ODI മാച്ചസ് വിൻ ചെയ്ത് കഴിഞ്ഞു. 500 വൺ ഡേ ഇന്റർനാഷണൽ മാച്ചസ് ഇന്ത്യ വിൻ ചെയ്തു. അതിൽ നമ്മൾ 18th പേജിലേക്ക് പോകുമ്പോൾ HFC എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ഉണ്ട്. HFC എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്. HFC ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്. ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിന്റെ റെഗുലേറ്റർ ആണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB. അപ്പൊ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിന്റെ റെഗുലേറ്റർ ആണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ റിസർവ് ബാങ്കിന്റെ ഫുള്ളി ഓൺ സബ്സിഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. FIEO ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ. FIEO ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറലാണ് അജയ് സഹായ്. FIEO ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ. SWIFT SWIFT എക്സ്പാൻഷൻ. SWIFT സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. SWIFT സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ബാങ്കുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ഗ്ലോബൽ മെക്കാനിസമാണ് SWIFT എന്ന് പറയുന്നത്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ 16th പേജിലേക്ക് വരുമ്പോൾ അവിടെ മൈക്ക് പോംപിയോയുടെ ഒരു ഫോട്ടോ ഉണ്ട്. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് മൈക്ക് പോംപിയോ, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ നാഷണൽ പേജിലേക്ക് വരുമ്പോൾ നാഷണൽ പേജിൽ നമുക്ക് എഴുതിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസത്തെ പോലെ കുറവാണ്. സുനിൽ ലാംബയുടെ ഒരു ഫോട്ടോ ഉണ്ട്. സുനിൽ ലാംബ ഇന്ത്യയുടെ നേവൽ ചീഫാണ്. നേവൽ ചീഫിന് അഡ്മിറൽ എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ അഡ്മിറൽ ആണ് സുനിൽ ലാംബ. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്യപ്പെട്ട PMSYM പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ. അതായത് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലെ എംപ്ലോയീസിന് ലേബേഴ്സിന് 15,000 rupees വരെ മന്ത്ലി സാലറി കിട്ടുകയുള്ളെന്നുണ്ടെങ്കിൽ 15,000 ഈസ് ദ സാലറി സീലിംഗ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ കോൺട്രിബ്യൂട്ടിംഗ് എ സ്മോൾ എമൗണ്ട് മന്ത്ലി ദേ കൻ ഗെറ്റ് a pension of ₹3,000 after 60 years of age. 60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക്. ആ സ്കീമാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ PMSYM. അതിന്റെ ലോഞ്ചിങ് കഴിഞ്ഞു. ലോഞ്ചിങ് കഴിഞ്ഞ അഹമ്മദാബാദിൽ നിന്നാണ് മാർച്ച് 5 മാർച്ച് 5 അത് ലോഞ്ച് ചെയ്തത്. അഹമ്മദാബാദിൽ നിന്ന്. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് അത് ലോഞ്ച് ചെയ്തത്, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. പിന്നെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ ലൈഫ് വിത്തൗട്ട് GSP എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഓൾറെഡി GSP എന്താണെന്ന് ഞാൻ പറഞ്ഞു, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. അത് അമേരിക്ക, ഇന്ത്യ ഉൾപ്പെടുന്ന കൺട്രീസ് തന്നുകൊണ്ടിരുന്ന താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കൺസെഷൻസ് ആയിരുന്നു. അത് വിത്ഡ്രോ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇൻഡസ്ട്രി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുക. കാര്യം എക്സ്പോർട്ടേഴ്സിനാണ് ഇതിന്റെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത് ഈ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ നേരിടും എന്നുള്ള ഒരു അനാലിസിസ് ആണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ അൾജീരിയ ഫോർ ചേഞ്ച്. അൾജീരിയ ഇസ് ആൻ ആഫ്രിക്കൻ കൺട്രി ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് അൾജിയേഴ്സ്. അവിടുത്തെ പ്രസിഡന്റ് അബ്ദൽ അസീസ് ബൗട്ടിഫ്ലിക്കയാണ്. BOUTEFLIKA ബൗട്ടിഫ്ലിക്ക. അപ്പം ഈ
അൾജീരിയയിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകണം, അതുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ 11th പേജ് നാഷണൽ പേജ് 11th പേജിൽ ആംനസ്റ്റി ഇന്റർനാഷണലിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ ഈസ് എ ഗ്ലോബൽ NGO, ഹ്യൂമൻ റൈറ്റ്സ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബൽ NGO ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. പിന്നീട് അപ്പൊ അത്രയും ന്യൂസുകളാണ് മെയിൻലി നമുക്ക് അന്നത്തെ ന്യൂസ് പേപ്പറിൽ എഴുതിയെടുക്കാനുള്ളത്. അന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് അത്രയും ന്യൂസുകളാണ് എഴുതിയെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഈ എക്കണോമിക് ടൈംസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്നത്തെ എക്കണോമിക് ടൈംസില് OIC മീറ്റിംഗിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് ഞാൻ പലതവണ ഡിസ്കസ് ചെയ്തത്. OIC മീറ്റിംഗ് ഇപ്പോൾ UAE വെച്ച് നടന്നത്. ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് ഇന്ത്യയുടെ സുഷമ സ്വരാജ് പങ്കെടുത്തു. OIC മീറ്റിംഗിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഇസ് എ 57 മെമ്പർ, ഇറ്റ് ഈസ് എ 57 കൺട്രി ഗ്രൂപ്പിംഗ്. ആ 57 കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മേജർ റിലീജിയൻ ആയിട്ടുള്ള കൺട്രീസ് ആണ്. മെയിൻലി മുസ്ലിം മെജോറിറ്റി കൺട്രീസ് ആണ്. വേൾഡില് റിച്ചസ്റ്റ് മാന്റെ ഫോട്ടോ ഉണ്ട്. ജെഫ് ബിസോസ് ആണ് വേൾഡിലെ റിച്ചസ്റ്റ് മാൻ, ആമസോണിന്റെ ഫൗണ്ടർ. സെക്കൻഡ് റിച്ചസ്റ്റ് മാൻ ബിൽ ഗേറ്റ്സ് ആൻഡ് തേർഡ് റിച്ചസ്റ്റ് മാൻ ഈസ് വാറൻ ബുഫറ്റ്. പിന്നെ ഉദയ് എന്ന് പറഞ്ഞൊരു സ്കീമിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ഉദയ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമാണ്. ഉദയുടെ എക്സ്പാൻഷൻ UDAY, ഉദയ്, ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന, UJJAWAL, ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. ഡിസ്കോം എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആണ്. പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന് ഗവൺമെന്റ് കുറച്ച് ബെനിഫിറ്റ്സ് ഈ സ്കീം വഴി കൊടുക്കുന്നുണ്ട്. ആ സ്കീമിന്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആണ് ഡിസ്കോംസ് എന്ന് പറയുന്നത്, പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്. അപ്പൊ ആ കമ്പനീസ് നേരിട്ട കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവർക്ക് വേണ്ടി തുടങ്ങിയ സ്കീമാണ് ഉദയ്, ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. അപ്പൊ അത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി നാളെ. താങ്ക് യു.